5 പതിറ്റാണ്ടുകളായി മാലിന്യങ്ങൾ കൂനകൂട്ടിയിരുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ ഡംപിംഗ് യാർഡ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാക്ക് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അനുവദിച്ച 10 കോടി രൂപ ചിലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുവാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. 4 മുതൽ 5 പതിറ്റാണ്ടുകളായി മാലിന്യങ്ങൾ കൂനകൂട്ടിയിരുന്ന നഗരസഭയുടെ ഡംപിംഗ് യാർഡ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാക്ക് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നഗരസഭ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയുമായി ചേർന്ന് കഴിഞ്ഞ ഭരണകാലത്ത് അനുവദിച്ച 10 കോടി രൂപ ചെലവിൽ ഏകദേശം 15 അടി ഉയരത്തിൽ 6 ഏക്കർ സ്ഥലത്ത് കൂനകൂട്ടിയിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ബയോമൈനിംഗ് പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 1 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പ്രദേശത്തെ 2 സോണുകളായി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മുൻഭാഗത്തുള്ള ചെറിയ പ്രദേശം സോൺ 1ഉം വലിയ ഭാഗം സോൺ 2ഉമാണ്. ഇതിൽ വലിയ മേഖലയിലെ ബയോമൈനിംഗ് പൂർത്തിയായിരിക്കുകയാണ്. നിലവിൽ മുൻഭാഗത്തെ പ്രദേശത്താണ് ബയോമൈനിംഗ് പുരോഗമിക്കുന്നത്. വലിയ മേഖലയിൽ നിന്ന് ലഭിച്ച ജൈവമണ്ണ് ഉപയോഗിച്ചാണ് ബാക്ക് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. ബയോമൈനിംഗ് പ്രക്രിയയിൽ മാലിന്യത്തിൽ നിന്ന് RDF വേർതിരിച്ചെടുത്ത ശേഷം ലഭിക്കുന്ന ജൈവമണ്ണ് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് ബാക്ക് ഫില്ലിംഗിന് ഉപയോഗിക്കുന്നത്. ഈ മണ്ണിലെ രാസഘടകങ്ങൾ അംഗീകൃത പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സമീപവാസികളുമായി ചർച്ച നടത്തി പരിശോധനാ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചതിനു ശേഷമാണ് ബാക്ക് ഫില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 45-50 വർഷങ്ങളായി മാലിന്യങ്ങൾ കൂനകൂട്ടിയിരുന്ന പ്രദേശത്തിന് ഇത് വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നഗരസഭയിൽ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഈ പട്ടണത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഏകദേശം 15 അടിയോളം ഹൈറ്റിലാണ് പ്ലാസ്റ്റിക്കുകളൊക്കെ നിറഞ്ഞിട്ടുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മൂക്ക് പൊത്തിക്കൊണ്ട് ഇതിലെ നടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പുഴുവരിക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഇത്തവണ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ 10 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പം അതിൻ്റെ ഒരു ഏകദേശം പൂർത്തീകരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇപ്പം എത്തി നിൽക്കുക. അപ്പോൾ ആദ്യഘട്ടമായിട്ട് നമ്മൾ ചെയ്തത് ബയോമൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് ഈ വേസ്റ്റുകൾ കുഴിച്ചെടുത്ത് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ബയോമൈനിങ്ങിന് വേണ്ടി ഈ ഒരു ഏരിയനെ 2 സോണുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ അതിൽ സോൺ 2 ആണ് ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. ഫ്രണ്ടേജ് ആണ് സോൺ 1 ആയിട്ട് വരിക, ബാക്ക് സൈഡ് സോൺ 2 ആയിട്ട് വരുന്നു. ആ സോൺ 2 ഏകദേശം പൂർത്തീകരിച്ച അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത് പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും പ്രോസസ്സ് ചെയ്തൊരു +45 അതിന്റെ മെഷീനിൽ RDF ആയിട്ട് മാറ്റിയിട്ട് ആ RDF നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഏജൻസി തന്നെ, അതായത് SMS എന്ന് പറയുന്ന ഏജൻസിയാണ് ഇത് വർക്കുകൾ ചെയ്യുന്നത്. ഏജൻസി ഇവിടുത്തെ RDF, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ നിന്നും പുറത്തേക്കുള്ള സിമെന്റ് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി -45 വരുന്നത് ഇനേർട്ട് ആണ്. ഇനേർട്ട് ഒരു യൂണിറ്റ് ഇവിടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ -15 വരുന്നത് ബയോസോയിൽ. ഈ ബയോസോയിൽ ബയോ എർത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബാക്ക് ഫില്ലിങ് ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുന്നത്. 3 ദിവസം കൊണ്ട് ബാക്ക് ഫില്ലിങ് പൂർത്തിയാകും. അതായത് ഈ 6 ഏക്കറോളം വരുന്ന സ്ഥലം ഒരു ഗ്രൗണ്ട് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ബയോ എർത്തിനുള്ള നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്ത് -15 വരുന്ന ഈ ഒരു ബയോ എർത്ത് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ അത് സോയിൽ തന്നെയാണ്. അപ്പോൾ ഈ സോയിലിൽ എന്തെങ്കിലും രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ടോ, ലെഡ് ഉണ്ടോ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് ഇതിലുണ്ടോ എന്നുള്ളതിന് കൃത്യമായ ടെസ്റ്റുകൾ നടത്തി, അതിന് അനുവദിക്കപ്പെട്ട ലാബുകളിൽ തന്നെ ടെസ്റ്റുകൾ നടത്തി നമ്മളിവിടെ സമീപവാസികളെയും വിളിച്ച് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇന്ന് ബയോ ഫില്ലിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം SMS എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഇത് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. KSWMB ആണ് ഇതിന് ലീഡ് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗവും കാര്യക്ഷമമായിട്ട് തന്നെ ഇതിന്റെ ഒരു പ്രവർത്തന മേഖലയിലുണ്ട്. തുടർ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്ന 35 കോടി രൂപ വിനിയോഗിച്ച് ഈ സ്ഥലത്ത് മികച്ച വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും അവർ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത P, അസം ബീഗം, ജിനു മടയ്ക്കൽ, ഷഹന മാഹിൻ, വാർഡ് കൗൺസിലർ ഷേർലി പൗലോസ്, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയിലെ ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ടെക്നിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടീം എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി കരാറെടുത്ത സ്ഥാപനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും KSWMBക്കും സംസ്ഥാന സർക്കാരിനും ചെയർപേഴ്സൺ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.